ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി എന്താ പറയുക പാലയ്ക്കൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. പാലയ്ക്ക എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കോഴിക്കോട്ടുകാർക്ക് പാലയ്ക്ക എന്ന് കേട്ടോ പറയുക. പലരും പല രീതിയിൽ പറയുന്നവരുണ്ട്. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പാലയ്ക്ക കേട്ടോ. പാലയ്ക്കൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കൂടുതലും ഈ എന്താ പറയുക, ഒരു നോമ്പൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു മൗലൂദ് കാര്യങ്ങളൊക്കെ കഴിക്കൂലേ, മുസ്ലിങ്ങൾ കൂടുതലായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ടൈമിലൊക്കെ എന്താ പറയുക, നമ്മൾ ഉസ്താദുമാർ വരുമ്പോൾ അവർക്ക് കഴിക്കാനും കൂടി വേണ്ടിയിട്ട് വീട്ടിൽ ബർക്കത്തിനും കൂടി വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഫുഡാട്ടോ. ഇതെല്ലാവർക്കും ഉണ്ടാക്കാം, അങ്ങനത്തെ യാതൊരു ഇതുമില്ല. നമുക്ക് ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമ്മളിതാ ഇതിന് വേണ്ടി നല്ല അത്യാവശ്യം പഴുപ്പുള്ള ഒരു പഴം എടുത്തിക്കണം കേട്ടോ. ഒരു 1 പഴം എടുത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3-4 പഴം എടുക്കാം. പക്ഷേ എന്താ പറയുക, നമ്മൾ എടുക്കുന്നതിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം പഴം എടുക്കാൻ കേട്ടോ. കാരണം നമ്മൾ പഴം ഇതിലിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചൗച്ചവില്ലേ, നമ്മുടെ ചൗച്ചവ് എന്താ പറയുക, ചവ്വരി എന്നൊക്കെ പറയും, അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് ആവശ്യത്തിന് നമ്മളിതാ ഇതുപോലെ കപ്പിൽ അളന്നിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇതിന് വേറെ എന്തോ ഒരു പേരുണ്ട്, എന്താ പറയുക, ചവ്വരി എന്ന് മാത്രമല്ല വേറെ എന്തൊക്കെ പേരുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തോ ആവട്ടെ, നമ്മൾ ഇതുപോലെ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആദ്യം കഴുകിയെടുക്കുക ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക ചെയ്യുക കേട്ടോ. തിളച്ച വെള്ളം ഉണ്ടല്ലോ, കുക്കറിൽ നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഈ ചവ്വരി വേവിച്ചെടുക്കുന്നത്. അതിന് മുമ്പ് ആദ്യം വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു പാക്ക് പാൽ ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. അതായത് നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ കുറേ ദിവസം ഒരു വീഡിയോസൊന്നും ഇട്ടിട്ടില്ലേനു, കാരണം ഓരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. പഴയതുപോലെയുള്ള എല്ലാവരും സപ്പോർട്ടും ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമ്മളിത് അതുപോലെ അങ്ങനെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് അതുപോലെ തന്നെ പഞ്ചസാര എന്നുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് ആവശ്യത്തിനുള്ള എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഏലക്കായൻ്റെ പൊടി കേട്ടോ. ഏലക്ക പൊടിച്ചതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടിച്ചിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളി കല്ലുപ്പോ പൊടിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ കല്ലുപ്പ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് എന്ത് മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോൾ അതിലൊരു പൊടി ഉപ്പിടുന്നത് നല്ലതാട്ടോ. അപ്പോൾ ആ ഒരു മധുരവും ഒരു ഇതും കൂടി ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഒരു പൊടി ഉപ്പിടുന്നത്. അങ്ങനെ നമ്മളിതാ ഇതുപോലെ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് മധുരം നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിനിടയിൽ ഇതിങ്ങനെ നന്നായിട്ട് കുറുകി വരും. പിന്നെ വേണമെങ്കിൽ ലൂസാക്കുന്നവർക്ക് ലൂസാക്കാം. ഇത് കണ്ടോ, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ചവ്വരിയൊക്കെ നല്ല വെന്ത് നല്ല ഇങ്ങനെ പാകമായി വരുമ്പോൾ ഇതൊന്ന് വെന്തത് നല്ല പാകമായി വരുന്ന സമയത്ത് ഒന്നും കൂടി കുറുകിട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ തേങ്ങ എടുത്തിട്ട് ചിരകി വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുറി തേങ്ങ ചിരവിയത് നമ്മൾ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ലേശം ഏലക്കാപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ ഒരു അരപ്പോട് കൂടി, പാലല്ല അരപ്പ് തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകാം കേട്ടോ. നല്ല രീതിയിലൊന്ന് അരിഞ്ഞോട്ടെ. എന്നിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തതിന് ശേഷം ലേശം ആ ഒരു പാത്രത്തിലേക്ക് വെള്ളം കൂടി ഇട്ടിട്ട് ബാക്കിയുള്ള ആ ഒരു തേങ്ങൻ്റെ അരപ്പിൻ്റെ ബാക്കി മിക്സൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പാടി ഒന്ന് കൂട്ടിയിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഈ ടൈമിൽ അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ ലൂസായിട്ടും ആ ഒരു ഇതിൽ കുറുകിയിട്ടൊക്കെ വരുന്നുണ്ട്. ഇത് അത്യാവശ്യം ഒന്ന് ലൂസായി നിന്നോട്ടെ. കാരണം എന്താ വെച്ചാൽ പിന്നേൻ്റെ ശേഷം നമ്മൾ ഇത് തടയുന്ന സമയത്ത് ഒന്നും കൂടി നല്ല കുറുകി വരും കേട്ടോ. ഇനി നമ്മളൊരു പാത്രത്തിൽ, അതായത് ഒരു ചീനച്ചട്ടി മാറ്റിച്ചിട്ടുണ്ട്. ആ ചീനച്ചട്ടിയിൽ നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നല്ല തൂമിച്ച് നല്ല ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ഉണ്ടല്ലോ, കുഞ്ഞുള്ളി, അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇതുപോലെ ബദാമും അതുപോലെ അണ്ടിപ്പരിപ്പും എല്ലാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ എന്ത് നട്ട്സാണുള്ളത് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ബദാമും നട്ട്സ് എല്ലാം പാടി വേണമെന്നില്ല. നിങ്ങൾ കയ്യിൽ എന്തൊക്കെ ഉള്ള വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ. പിന്നെ അവസാനം നമ്മൾ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം
ബദാമിനും അണ്ടിക്കൊക്കെ കുറച്ച് ടൈം വേണമല്ലോ ഒന്ന് കുക്കാവാൻ. മറ്റേ ഉള്ളിക്ക് അത് വേണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഉള്ളിക്ക് നിന്നായിപ്പോയി, മറ്റേ എന്താ പറയുക, മുന്തിരിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ലാസ്റ്റിലേക്കാണ് മുന്തിരി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഈ പാത്രത്തിലേക്ക് വറവിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.